കേരളത്തിന്റെ എയിംസ് വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. കേരളത്തിലെ എയിംസിന് എന്താണ് കാലതാമസമെന്ന് കേന്ദ്രത്തോട് ഹൈക്കോടതി. 22 എയിംസ് അനുവദിച്ചതിലെ മാനദണ്ഡം എന്തെന്നും കോടതി ചോദിച്ചു. സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ട പ്രകാരം സ്ഥലം തയ്യാറായില്ലേ എന്നും ചോദ്യം. ശ്യാം ദേവരാജുണ്ട് വിവരങ്ങൾ നൽകാൻ. ശ്യാം, കേരളം ചോദിക്കുന്നതും അത് തന്നെയാണ്. എയിംസ് വിഷയത്തിൽ കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഹൈക്കോടതി. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കുന്നത്? സംസ്ഥാനത്ത് കേരളത്തിന് എയിംസ് നൽകാത്തതിലാണ് ഒരു പൊതുതാൽപര്യ ഹർജിയിൽ ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉയർത്തുന്നത്. 11 വർഷമായിട്ടും അന്തിമ തീരുമാനം കേരളത്തിന് എയിംസ് നൽകാത്തതിൽ അന്തിമ തീരുമാനം എടുക്കാത്തതിനെയാണ് ഹൈക്കോടതി രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നത്. എയിംസ് അനുവദിക്കുമെന്ന കേന്ദ്രത്തിന്റെ ഉറപ്പുകൾ വെറും പാഴ്വാക്കുകൾ മാത്രമാണോ എന്ന് കോടതി ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ വിവേചനം പാടില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ എയിംസ് നടപ്പിലാക്കുമ്പോൾ കേരളത്തോട് വിവേചനം കാണിക്കരുതെന്നുമാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ വിമർശനം. നയപരമായ തീരുമാനങ്ങളുടെ പേരിൽ മാത്രം കേരളത്തെ മാറ്റി നിർത്താനാകില്ല. സംസ്ഥാന സർക്കാർ കണ്ടെത്തിയ ഭൂമി എയിംസിന് അനുയോജ്യമാണോ എന്ന പഠന റിപ്പോർട്ട് എവിടെ എന്ന കാര്യവും കൂടി ഹൈക്കോടതി ചോദിക്കുകയും ചെയ്തു. കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിൽ എന്താണ് തടസ്സം? ഇന്ത്യയിലാകെ 22 എയിംസുകൾ സ്ഥാപിക്കാൻ സ്വീകരിച്ച മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? കേരളത്തിന് എന്താണ് കുറവുള്ളതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിക്കുകയും ചെയ്തു. സ്ഥലത്തെക്കുറിച്ച് കേന്ദ്രം നടത്തിയ സാധ്യതാ പഠനത്തിന്റെ ഫലം എന്താണ് എന്നാണ് ഹൈക്കോടതിയുടെ മറ്റൊരു ചോദ്യം. എന്തുകൊണ്ട് പഠന റിപ്പോർട്ട് ഹാജരാക്കുന്നില്ല എന്നും ഹൈക്കോടതി ഉച്ചയ്ക്ക് മുൻപ് ചോദിച്ചിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഈ ഹർജി പരിഗണിക്കുമ്പോൾ ഇതിൽ കേന്ദ്ര സർക്കാർ നൽകുന്ന മറുപടി 22 പുതിയ എയിംസുകളിൽ 18 പ്രവർത്തനക്ഷമമായി എന്നും 4 നിർമ്മാണ ഘട്ടത്തിലാണ് എന്നുമാണ് കേന്ദ്ര സർക്കാർ നൽകിയ മറുപടി. പുതുതായി അനുവദിച്ച എയിംസുകളിലാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന കാര്യവും കൂടി കേന്ദ്ര സർക്കാർ വിശദീകരിക്കുന്നു. കേന്ദ്ര സർക്കാർ നയപരമായ തീരുമാനമെടുത്തു എങ്കിൽ മാത്രമേ സാധ്യതാ പഠനം നടത്താനാകൂ എന്നുമാണ് സത്യവാങ്മൂലം. ഇത് സംബന്ധിച്ച പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോഴും പരിഗണിക്കുകയാണ്. കേരളത്തിന്റെ എയിംസ് വിഷയത്തിലാണ് കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനം ഹൈക്കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തിലെ എയിംസ് എന്താണ് കാലതാമസം എന്നുള്ളൊരു ചോദ്യമാണ് കേന്ദ്രത്തോട് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.